السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالت إحداهما يا أبت استأجر إن خير من استأجرت القوي الأمين. മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം മദീനയിലെത്തി. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം മദീനയിൽ ഉണ്ടായിരുന്ന സ്വാത്വികനായ വന്യവയോധികന്റെ വീട്ടിൽ അങ്ങനെ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. അദ്ദേഹം മഹാനായ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആയിരുന്നു എന്നും അഭിപ്രായമുണ്ട്. ഏതായാലും മദീനയിലെത്തിയ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അദ്ദേഹത്തിന്റെ വീട്, ആ വന്യവയോധികന്റെ വീട് ഒരു അഭയമായി മാറി. മൂസ നബി അലൈഹി സ്വലാം അവരെ ജോലിയിലും മറ്റും പല കാര്യങ്ങളും സഹായിച്ചു കൊണ്ടിരുന്നു. എന്നാലും മൂസ നബി ആ വീട്ടിൽ ഒരു അന്യദേശത്ത് നിന്ന് വന്ന ഒരാളാണ്. ഒരു ദിവസം വന്യവയോധികന്റെ മക്കളിൽ ഒരാൾ വന്ന് പിതാവിനോട് ഒരു അഭിപ്രായം ചോദിച്ചു. ഖുർആൻ പറയുന്നു, قالت إحداهما يا أبت استأجره إن خير من استأجرت القوي الأمين. എന്റെ പിതാവേ, ഇസ്തഅജിർഹു, അദ്ദേഹത്തെ, അതായത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ താങ്കൾക്ക് ജോലിക്കാരനായി വീട്ടിൽ വെച്ചുകൂടെ, ഒരു പണിക്കാരനായി വെച്ചുകൂടെ? എന്തുകൊണ്ടെന്നാൽ ഇന്ന ഖൈറ മൻ ഇസ്തഅജർതൽ ഖവിയുൽ അമീൻ, അദ്ദേഹം നല്ല ശക്തിയുള്ളവനും അതോടൊപ്പം നല്ല വിശ്വസ്തനുമാണ് എന്നൊരു പെൺകുട്ടി അദ്ദേഹത്തിന്റെ മക്കളിൽ ഒരാള് പിതാവിനോട് അഭിപ്രായം ചോദിച്ചു. സ്ഥിരമായിട്ട് ഇയാളെ നമുക്ക് വീട്ടിൽ വെച്ചൂടെ, ഒരു പണിക്കാരനായി വെച്ചൂടെ? ഇത് ബോധ്യപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് തന്റെ പിതാവ്, പെൺകുട്ടികളുടെ പിതാവ്, ഒരു അഭിപ്രായം ചോദിക്കുകയാണ്. അഥവാ ഒരു പണിക്കാരനായി ഇത്ര നല്ലൊരു മനുഷ്യനെ വീട്ടിൽ വെക്കും? ആ മൂസ എന്ന ചെറുപ്പക്കാരനെ സ്വന്തം മകനായി സ്വീകരിച്ചാലോ എന്നൊരു അഭിപ്രായത്തിലേക്ക് ആ വന്യവയോധികനായ ആൾ എത്തുകയാണ്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അയാൾ ഒരു അന്വേഷണം നടത്തുന്നു. قال إني أريد أن أنكحك إحدى ابنتي هاتين. എനിക്ക് രണ്ട് പെൺകുട്ടികളുണ്ട്. ആ രണ്ട് പെൺകുട്ടികളിൽ ഒരാളെ ഞാൻ നിനക്ക് കല്യാണം കഴിച്ചു തരാൻ ഉദ്ദേശിക്കുന്നു. എന്താണ് നിന്റെ അഭിപ്രായം? പക്ഷേ അലാ അൻത ഉജുറനി സമാനിയ ഹിജജ്, 8 വർഷം നീ ഈ വീട്ടിൽ തന്നെ താമസിക്കണം. ഫൈൻ അത്മംത അശ്റം ഫമിൻ ഇൻദിക്, ആ 8 വർഷം ഇവിടെ താമസിക്കുക എന്നുള്ളതാണ് ആ പെൺകുട്ടിക്ക് നീ നൽകേണ്ട മഹർ, അഥവാ ജോലി മഹറായി സ്വീകരിച്ചുകൊണ്ട് എന്റെ മകളെ നിനക്ക് കല്യാണം കഴിച്ചുകൂടെ എന്ന് പിതാവ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നു. വമാ ഉരീദു അൻ അശുഖ അലൈക, നിന്നെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഈ കാര്യം ഞാൻ പറയുന്നത്. സതജിദൂനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാലിഹീൻ, നല്ല ഒരു കാര്യം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, നന്മ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ കാര്യം ഞാൻ നിന്നോട് ചോദിക്കുന്നതെന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വന്ന് വയോധികൻ പറയുകയാണ്. അങ്ങനെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അത് സ്വീകാര്യമായി തോന്നി. അനന്തരം മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പെൺകുട്ടികളിൽ ഒരാളെ കല്യാണം കഴിക്കുകയാണ്. അങ്ങനെ 10 വർഷം മദീനയിൽ ആ വന്യവയോധികന്റെ, അല്ലെങ്കിൽ മഹാനായ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട്ടിൽ അദ്ദേഹം കഴിഞ്ഞുകൂടുന്നു. 10 വർഷം പൂർണ്ണമായപ്പോൾ ഫലമ്മ ഖളാ മൂസൽ അജല,
ആ അവധി അങ്ങ് പൂർണ്ണമായപ്പോൾ വസാറ ബിഅഹ്ലിഹി, അദ്ദേഹത്തിന്റെ കുടുംബത്തെയും കൂട്ടി അദ്ദേഹം തിരികെ നടക്കുകയാണ് ഈജിപ്തിലേക്ക്. ആ സന്ദർഭത്തിലാണ്, തിരിച്ചു വരുന്ന സന്ദർഭത്തിലാണ് തുരിസിന പർവ്വതത്തിൽ വെച്ചുകൊണ്ട് നുബുവത്തിന്റെ ദിവ്യപ്രകാശം അദ്ദേഹം കാണുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കുടുംബത്തോട് പറഞ്ഞു അത്രേ, ഞാനൊരു പ്രകാശം കാണുന്നു, ഞാനൊരു ദിവ്യപ്രകാശം കാണുന്നു, ഞാനൊന്ന് പോയി അന്വേഷിക്കട്ടെ. അവിടെ നിന്ന് വല്ല വിവരമോ അല്ലെങ്കിൽ ഒരു തീയോ അല്ലെങ്കിൽ ഒരു പ്രകാശമോ കിട്ടിയേക്കാം, ഭാവിയിൽ നമുക്കത് ഉപകാരപ്പെട്ടേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ മൂസ നബി അലൈഹിസ്സലാം ആ പ്രകാശത്തിന്റെ അടുത്തേക്ക് പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതുമായി കബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.